അധികം താമസിക്കാതെ കൊച്ചു ത്രേസ്യ സ്ഥൈര്യലേപനം സ്വീകരിച്ചു. അവൾ നന്നായി അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി. അത് പരിശുദ്ധാത്മാവിൻ്റെ സന്ദർശനവും മുദ്രവയ്ക്കലുമാണെന്ന് അവൾ മനസ്സിലാക്കി. 1884 ജൂൺ 14 അവൾ സ്ഥൈര്യലേപനം സ്വീകരിച്ചത്. ബെനഡിക്റ്റൈൻ സന്യാസിനികളാണ് അതിനായി അവളെ ഒരുക്കിയത്. ആ നിമിഷത്തെക്കുറിച്ച് സന്തോഷത്തോടെ പിന്നീട് അവൾ സ്മരിച്ചുകൊണ്ട് എഴുതുന്നു: എനിക്ക് എന്തൊരാത്മീയ സുഖമായിരുന്നു. ശ്ലീഹന്മാരോടെന്ന പ്രസന്നഭാവത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ച് ഞാൻ കാത്തിരുന്നു. സമ്പൂർണ്ണ ക്രിസ്ത്യാനിയായി തീരുവാൻ അധികം താമസമില്ലല്ലോ എന്നും വിശിഷ്യ കൂദാശ നൽകുമ്പോൾ മെത്രാനച്ചൻ അടയാളപ്പെടുത്തുന്ന കുരിശ് എന്നേക്കും നെറ്റിയിൽ ഉണ്ടായിരിക്കുമല്ലോ എന്നോർത്തും ഞാൻ പുളകം കൊണ്ടു. ഒടുവിൽ ആ ഭാഗ്യപ്പെട്ട നിമിഷം എത്തി. പരിശുദ്ധാത്മാവ് ആരോഹണം ചെയ്യുന്ന നിമിഷത്തിൽ ഉഗ്രമായ ഒരു കൊടുങ്കാറ്റല്ല, പ്രസ്തുത ഏലിയാസ് ദീർഘദർശി കെറോബ് മലയിൽ ശ്രവിച്ച മന്ദമാരുതിൻ്റെ മർമ്മരാരവം. 1 രാജാക്കന്മാർ 19:12 എനിക്ക് അനുഭവപ്പെട്ടത്. സഹനത്തിനാവശ്യമായ ധീരത എന്നേക്കും എനിക്ക് ലഭിച്ചു. എൻ്റെ ആത്മാവിൻ്റെ രക്തസാക്ഷിത്വം അടുത്തു തന്നെ ആരംഭിക്കേണ്ടിയിരുന്നുവല്ലോ. പരിശുദ്ധ കുർബാനയിൽ ദൈവത്തിൻ്റെ അനന്തമസൃണമായ സ്നേഹം തിരിച്ചറിഞ്ഞ കൊച്ചു ത്രേസ്യ ആ നിമിഷത്തിൽ ഒരു ഹോമബലിയായി എരിയുവാൻ തീരുമാനിച്ചു. യേശുവിൻ്റെ ഒരു നോട്ടം, വെറുമൊരു കടാക്ഷം, അതിനായി അവൾ കാത്തിരുന്നു. ഓരോ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ശേഷവും ചെറുപ്പം ഉദ്ഘോഷിച്ചു: യേശുവിൻ്റെ സമുദ്രത്തിൽ ലയിച്ചു ചേരുന്ന ഒരു ജലഗണം മാത്രമാണ് ത്രേസ്യ. ഇനി ത്രേസ്യയല്ല, യേശു മാത്രം. ദിവ്യകാരുണ്യനാഥന് സ്വയം സമർപ്പിച്ച് അവൾ ഈശോയുടെ ബലിപീഠത്തിന് മുമ്പിൽ ഒരു കുഞ്ഞു പൂവായി അർപ്പിക്കപ്പെടുമെന്നും കൊച്ചു ത്രേസ്യയുടെ കയ്യിലെ ഒരു കളിപ്പന്തായി തീരുവാനും ആഗ്രഹിച്ചു. ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ശേഷം നല്ല ദൈവത്തെ സ്വീകരിക്കുവാനുള്ള അവളുടെ ആഗ്രഹം ഉപരി വർദ്ധിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.